വഞ്ചിക്കപ്പെട്ട സ്നേഹം. ഏറ്റവും വലിയ സഹനം ഉണ്ടാകുന്നത് എവിടെയാണെന്നറിയാം? സ്നേഹം പ്രതീക്ഷിച്ചിടത്താണ്. എൻ്റെ ഹൃദയം കൊണ്ട് അവളുടെ ഹൃദയത്തെ അല്ലെങ്കിൽ അവൻ്റെ ഹൃദയത്തെ തൊടാനാകുന്നില്ലല്ലോ എന്ന വേദനയിൽ നിന്ന് വേണം എൻ്റെ ചുണ്ട് അവളുടെ ചുണ്ടോട് ചേരാൻ. അത്രയും ഹൃദയബന്ധമുള്ളിടത്ത് ആ ഹൃദയബന്ധത്തിൻ്റെ എക്സ്പ്രഷനായിട്ട് നടക്കേണ്ടതാണ് ചുംബനമെന്ന്. ആ സ്നേഹത്തിൻ്റെ ഭാഷയിലേക്ക് പാപം കലരുമ്പോൾ അതും കലർപ്പുള്ളതാകും, അതും മലിനമാകും. സൗഹൃദത്തെ വിൽപ്പന ചരക്കാക്കിയ ഒരു സുഹൃത്തിൽ നിന്നാണ് പീഡാസഹനം, പാഷൻ ആരംഭിക്കുന്നത്. പടയാളികൾ ഈശോയെ ചാട്ടവാറ് കൊണ്ട് പ്രഹരിച്ചപ്പോൾ പടയാളികൾ അതേ ചെയ്യൂ. അവർ ഈശോയുടെ മുഖത്ത് കാർക്കിച്ചു തുപ്പിയപ്പോൾ നത്തിങ് എൽസ് വാസ് എക്സ്പെക്റ്റഡ് ഫ്രം ദം. അവർ കുരിശുമരം ഈശോയുടെ ചുമലിൽ വെച്ചപ്പോൾ, അവനെ വീണ്ടും വീണ്ടും പ്രഹരിച്ച് മല കയറ്റിയപ്പോൾ, മലമുകളിൽ അവൻ്റെ കൈത്തണ്ടയിലേക്ക് ആണി അടിച്ചിറക്കിയപ്പോൾ നത്തിങ് എൽസ് വാസ് എക്സ്പെക്റ്റഡ് ഫ്രം ദം. പീലാത്തോസിൽ നിന്ന് വി ഡോണ്ട് എക്സ്പെക്ട് എനിത്തിങ് എൽസ്. പക്ഷേ സ്നേഹം പ്രതീക്ഷിച്ച ഒരിടമുണ്ട്. സ്നേഹം പ്രതീക്ഷിച്ചിടത്താണ് സഹനമേറുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിലും അതല്ലേ സംഭവിച്ചത്? സ്നേഹമേറെ പ്രതീക്ഷിച്ച ഇടങ്ങളിലല്ലേ സഹനത്തിൻ്റെ കാഠിന്യം ഏറിയത്? ചതി എപ്പോഴും ചതി തന്നെയാണ്. ആ ചതിയുടെ തുടർച്ചയായി രക്ഷ വന്നുവെന്ന് വിചാരിച്ച് ചതി ഒറ്റല്ലാതാകുന്നില്ല. യൂദാസിന് പറ്റിയത്, അവന് കുറേ അധികം പ്രതീക്ഷകൾ ഉണ്ടായിരുന്നിരിക്കണം മിശിഹായെക്കുറിച്ച്. അത് സാധിക്കാതെ വന്നപ്പോൾ ഹി വാസ് ഡിസപ്പോയിൻറ്റഡ്. അവന് നിരാശയുണ്ടായി. ആ നിരാശയുടെ ഫലമാകാം ഈ ഒറ്റ. നമുക്കൊക്കെ ഈ അപകടം പറ്റാറുണ്ട്. നമ്മൾ ദൈവം ഇങ്ങനെയൊക്കെ ആകണമെന്ന് അങ്ങ് വിചാരിക്കും. നമ്മളൊരു ബ്ലൂ പ്രിൻ്റ് കർത്താവിനെക്കുറിച്ചും കർത്താവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും പദ്ധതികളെക്കുറിച്ചും നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ നമ്മൾ തയ്യാറാക്കും. എന്നിട്ടോ അതുപോലെ നമ്മൾ ആഗ്രഹിച്ചതുപോലെ നടക്കാതെ വന്നാൽ നമുക്ക് ഡിസപ്പോയിൻമെൻറ്റ്. ആ ഡിസപ്പോയിൻമെൻറ്റിൻ്റെ, ആ നിരാശയുടെ അപകടം എന്നറിയാമോ? നമ്മൾ പാപവുമായി സംസാരം തുടങ്ങും. രഹസ്യ പാപങ്ങളെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന അപകടം. ഒരുപാട് കാലം യൂദാസ് ഉള്ളിലിട്ട് സൂക്ഷിച്ചത്, യൂദാസ് നെഗോഷിയേറ്റ് ചെയ്ത് വെച്ചത്, അതിൻ്റെ ഫൈനൽ എക്സ്പ്രഷനാണ് ആ ചുംബനം. ഒറ്റ രാത്രിയിൽ സംഭവിച്ചതല്ല. യൂദാസ് ഇതിനെക്കുറിച്ച് ചിന്തിച്ചു, രഹസ്യത്തിൽ പല ആവർത്തി അവരുമായിട്ട് കൂടിക്കാഴ്ച നടത്തി, കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തു. രഹസ്യത്തിൽ ചെയ്തതിൻ്റെ എക്സ്പ്രഷനായിട്ട് ഒരു പരസ്യ പാപം, ഒരു പരസ്യ ചുംബനം, ഒറ്റിൻ്റെ ചുംബനം നടപ്പിലാവുകയാണ്. അതുകൊണ്ട് ഓർത്തേക്കണേ, രഹസ്യ പാപങ്ങൾ മെല്ലെ നമ്മളെ കൊണ്ട് പരസ്യമായി പാപം ചെയ്യിക്കും. അത് നമ്മുടെ പാപത്തിൻ്റെ ക്ലൈമാക്സിലേക്ക് നമ്മളെ എത്തിക്കും. നമ്മുടെ തകർച്ചയായിട്ട് അത് മാറുമെന്ന് ഓർക്കണം. കർത്താവിൻ്റെ ക്ഷമയുടെ മുകളിൽ ഒരു പാപവുമില്ല. പക്ഷേ മാരകമാകുന്നത് കരുണയെ നിഷേധിക്കുന്നതാണ്. അനുദപിക്കാൻ നമുക്ക്.